അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് മാസത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഒരു രാവിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ചിട്ടുള്ളത്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലെ 27-ാം രാവാണ്. ഇസ്രാ മിഅ്റാജ് നടന്ന രാവാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നല്ല നല്ല അമാലുകൾ ചെയ്ത് ഈ രാവിനെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവ് ഏറ്റവും മനോഹരമായ മഹത്വമാക്കപ്പെട്ട രാവുകളിൽ പെട്ടൊരു രാവാണ്. വിശുദ്ധമാക്കപ്പെട്ട 27-ാം റജബ് 27-ാം രാവ്. നാളെ നിസ്കാരത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാവ്. നിസ്കാരത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വിശുദ്ധമാക്കപ്പെട്ട 27-ാം രാവിലെ ഇസ്റാ മിഅ്റാജ് നമുക്കൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഈ രാവിൻ്റെ ഒരു ബർക്കത്ത് കിട്ടാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇസ്റാ മിഅ്റാജ് നമ്മളൊക്കെ കേട്ടവരാണ്. എന്താണ് ഇസ്റാ മിഅ്റാജിൻ്റെ മഅന നമുക്കറിയില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയില്ല. ഇസ്റാ എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ റസൂൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അതായത് ഫലസ്തീനിൽ ഇന്ന് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹിൻ്റെ റസൂൽ പോയി. ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ നമ്മുടെ ഖിബ്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബ്ലയാക്കിക്കൊണ്ട് നിസ്കരിച്ചിരുന്നു. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹിൻ്റെ റസൂൽ പോയി. അതാണ് ഇസ്റാ. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹിൻ്റെ റസൂൽ പോയി. അതാണ് ഇസ്റാ. പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും 7-ാം ആകാശത്തേക്ക് ബുറാഖ് എന്ന വാഹനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയതാണ് മിഅ്റാജ്. ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസിൽ പോയാൽ കാണാം, അവിടെ നമ്മളൊക്കെ ഫോട്ടോത്തിൽ കാണുന്നത് അതല്ല ബൈത്തുൽ മുഖദ്ദസ്. ആ ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെയാണ്, അതിൻ്റെ അടിഭാഗത്താണ്, ഏറ്റവും പോയവർക്ക് അറിയാം, അതിൻ്റെ തായ് ഭാഗത്താണ് ഇപ്പോഴും അവിടെയുണ്ട്. ബുറാക്കിനെ കെട്ടിയിട്ട സ്ഥലം വരെ ഇപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് പോയവർക്ക് സന്ദർശിക്കാനും വരെ കഴിയും. ആ ബുറാഖ് എന്ന വാഹനത്തിലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരെ പോകാത്ത അങ്ങേയറ്റത്തിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. ഒരു ദിവസത്തിന് 3 നമുക്ക് ഭാഗിക്കാം. അതിലൊരു ഭാഗം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രക്കെടുത്ത സമയം. ഒരു ദിവസത്തിന് 3 ഭാഗിച്ചാൽ അതിലൊരു ഭാഗം മാത്രമാണ് ഈ യാത്രക്കെടുത്ത സമയം. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. അല്ലാഹുവിനെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, ലൗഹ് കണ്ടു, കുർസ് കണ്ടു, അർശ് കണ്ട്, കുർസ് കണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി കൊടുത്തു 50 വഖ്ത് നിസ്കാരം. 1-ാം ആകാശത്തേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പോയി. അവിടുന്ന് കണ്ടത് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ആദം നബിയുമായി സംസാരിച്ചു. 2-ാം ആകാശത്ത് നിന്ന് കണ്ടത് മഹാനായ ഈസ നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാമിന്, അവരോട് സംസാരിച്ചു. 3-ാം ആകാശത്ത് നിന്ന് കണ്ടത് യൂസുഫ് നബി അലൈഹിസ്സലാം, അവിടുന്ന് കണ്ടു, സംസാരിച്ചു. 4-ാം ആകാശത്ത് നിന്ന് കണ്ടത് ഇദ്രീസ് നബി അലൈഹിസ്സലാം, കണ്ടു, സംസാരിച്ചു. 5-ാം ആകാശത്തെത്തിയപ്പോൾ കണ്ടത് ഹാറൂൻ നബി അലൈഹിസ്സലാം, കണ്ടു, സംസാരിച്ചു.
ആറാം ആകാശത്തെത്തിയപ്പോൾ കണ്ടത് മൂസ നബി അലൈഹിസ്സലാം കണ്ടു, സംസാരിച്ചു. പിന്നെ അള്ളാഹുവിനെ കണ്ട് സമ്മാനമായി കൊടുത്തത് 50 വഖത്ത് നിസ്കാരം. നമുക്ക് സമ്മാനമായി കിട്ടിയത് 50 വഖത്ത് നിസ്കാരമായിരുന്നു. ആ 50 വഖത്ത് നിസ്കാരവുമായി തിരിച്ചു വരുന്ന സമയത്ത് മൂസ നബി അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഈ 50 വഖത്ത് നിസ്കാരം എങ്ങനെയാണ് നിങ്ങളുടെ സമുദായത്തിന് അത് താങ്ങില്ല നബിയേ, അത് താങ്ങില്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അള്ളാഹുവിനെ കണ്ടു, 50 25 ആക്കി. വീണ്ടും മൂസ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു, മൂസ നബി പറഞ്ഞു ഇതും താങ്ങില്ല. വീണ്ടും കണ്ടു, അത് 50 15 ആക്കി, അല്ല 25 15 ആക്കി. പിന്നെയോ 15 10 ആക്കി ചുരുക്കി, പിന്നെ 10 5 ആക്കി ചുരുക്കി. അങ്ങനെയാണ് 50 വഖത്തിൽ നിന്നും 5 വഖത്തിലേക്ക് ചുരുക്കി 5 വഖത്താക്കി. എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നില്ല. ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട ഇബാദത്തുകൾ, ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം. മറ്റുള്ളത് ഹജ്ജ്, നമുക്ക് സമ്പാദ്യം വേണം, സമയം വേണം, ആരോഗ്യം വേണം, എല്ലാം വേണം ഹജ്ജ് ചെയ്യണമെങ്കിൽ. പിന്നെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ മുതൽ വേണം, എന്നാൽ നമുക്ക് സക്കാത്ത് കൊടുക്കാനാവൂ. പക്ഷേ നിസ്കാരം എന്നാൽ ഒരാൾ നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവനോ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. ചെരിഞ്ഞു കിടന്നും അവനക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ മലർന്നു കിടന്ന് നിസ്കരിക്കട്ടെ. അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ മനസ്സിൽ അവൻ നിസ്കരിക്കട്ടെ. മലർന്നു കിടന്നിട്ട് അവൻ മനസ്സിൽ നിസ്കരിക്കട്ടെ. എന്നിട്ട് പോലും നിസ്കാരം അവൻ ഒരിക്കലും വിട്ടു നിൽക്കില്ല. നിസ്കാരം എന്നുള്ളൊരു ഇബാദത്ത് അവൻ അങ്ങനെ കിടന്നാൽ പോലും അവൻ്റെ നിസ്കാരം ഒരിക്കലും അവനക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ആ നിസ്കാരത്തെയാണ് നമ്മൾ പല രൂപത്തിലായിട്ട് മാറ്റിമറിക്കുന്നത്. നിസ്കരിക്കാൻ സമയമില്ല, എന്തെങ്കിലും അസുഖം വന്നാൽ അവനക്ക് നിസ്കാരമില്ല, പ്രയാസകരമാണ്. നിസ്കരിക്കാത്തോടത്തോളം കാലം നമുക്ക് നന്മകൾ നമ്മൾ തേടിയെത്തില്ല. നമ്മൾ എത്ര യൂട്യൂബ് ചാനൽ തുറന്നിട്ടും എത്ര ഉസ്താദുമാർ തങ്ങന്മാരെ വീഡിയോ കണ്ടിട്ടും അമലുകൾ സ്വീകരിച്ചാലും നിസ്കാരല്ലേ ഞാൻ പലപ്പോഴും പറയുന്നതാണ്. എൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്ന സമയത്ത് എത്ര ഐക്കല്ല് കുഴിച്ചിട്ടിട്ടും, നമ്മുടെ പറമ്പ് നിറയെ ഐക്കല്ല് കുഴിച്ചിട്ടാലും നിസ്കാരല്ലേ, പിന്നെ കാര്യം ഉണ്ടാവില്ല, അവിടെ ഖൈറുണ്ടാവില്ല, ആ ഭവനത്തിൽ ഖൈറുണ്ടാവില്ല. ഫുള്ള് തടസ്സങ്ങളായിരിക്കും, പ്രയാസങ്ങളായിരിക്കും. ഇൻഷാ അല്ലാഹ് നിസ്കാരം നമ്മൾ നിലനിർത്തണം. ആ നിസ്കാരത്തിൻ്റെ 5 വഖത്ത് നിസ്കാരത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ് നാളെ. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശാരോഹണം. അള്ളാഹുവിൻ്റെ റസൂൽ നടത്തി. അതൊരു ചതുർ ദിശയിലായിരുന്നു അന്നത്തെ സഞ്ചാരം. അതായത് കഅബയിൽ നിന്ന്, അതായത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തേക്ക്, ആകാശത്തു നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വന്നത് മക്കയിലേക്ക് തിരിച്ചു. അതൊരു ചതുർ ദിശയിലായിരുന്നു അന്നത്തെ സഞ്ചാരം. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെയും സ്വർഗത്തെയും നരകത്തെയും ലൗഹിനെയും ഹർഷിനെയും കുർസിനെയും ഒക്കെ കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും മക്കയിലെത്തിയ സമയത്ത് മക്കാ മുശ്രിക്കീങ്ങളോട് പറഞ്ഞ സമയത്ത് മക്കാ മുശ്രിക്കീങ്ങൾ കളിയാക്കി. ഞങ്ങൾ തന്നെ ഫലസ്തീനിലേക്ക് പോവാൻ, അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവാൻ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം ഞങ്ങൾ സമയമെടുക്കാറുണ്ട്. നടന്നു പോകുന്നവർ, ഒട്ടകത്തിൽ പോകുന്നവർ ഞങ്ങൾ സമയമെടുക്കാറുണ്ട്. ഒരു രാത്രിയിലെ ചെറിയൊരു സമയം കൊണ്ട് നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയി അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നെന്നോ? ഞങ്ങൾ വിശ്വസിക്കില്ല. കുറച്ച് സ്വഹാബത്ത് പോലും വിശ്വസിക്കാൻ കുറച്ച് മടി കാണിച്ചു എന്നാണ്. അങ്ങനെ കുറേ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് വന്നു. അബൂബക്കർ, അങ്ങയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ രാത്രി 7-ാം ആകാശത്ത് പോയി അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നതെന്ന് അവർ കളിയാക്കി ഒരു പുച്ഛരൂപത്തിൽ അബൂബക്കർ തങ്ങളോട് പറഞ്ഞ സമയത്ത് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. സദ്ദഖ്ത, ഞാനത് വിശ്വസിച്ചു. സദ്ദഖ്ത, ഞാനത് വിശ്വസിച്ചു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പുഞ്ചിരിയോടുള്ള മറുപടി.
ഞാനത് വിശ്വസിച്ചു. അതാണ് അബൂബക്കർ തങ്ങളത് വിശ്വസിച്ചു. അങ്ങനെയാണ് അബൂബക്കർ എന്ന പേരിനോടുകൂടി സിദ്ദീഖ് എന്ന പേര്, സത്യസന്ധൻ, സത്യവാൻ എന്നുള്ള അർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം ഈ ഇസ്റാ മിഅ്റാജാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെയും അവിടുന്ന് സ്വർഗവും നരകവും എല്ലാം കണ്ടുവന്ന ഈ രാത്രിക്കാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ധാരാളം ഇസ്തിഗ്ഫാറുകൾ, ധാരാളം ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ രാവിനെ നമ്മൾ ധന്യമാക്കേണ്ടതുണ്ട്. നമ്മുടെ അമലുകളെ കൊണ്ട് നമ്മൾ ഈ രാവിനെ ധന്യമാക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിൽ അവസാനത്തെ 10 ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റജബ് 27 രാവിലെ നാളത്തെ 27 അന്ന് ഒരു സുന്നത്താക്കപ്പെട്ട മഹത്തമായൊരു നോമ്പുണ്ട്. മഹത്താക്കപ്പെട്ട നോമ്പ്, സുന്നത്താക്കപ്പെട്ടൊരു നോമ്പ് നമ്മൾ നോൽക്കൽ നമുക്ക് ഏറ്റവും പ്രതിഫലമുള്ള, ഏറ്റവും സുന്നത്താക്കപ്പെട്ട നോമ്പാണ്. നമ്മൾ നോൽക്കണം. ഏറ്റവും അഫ്ളലായ നോമ്പാണ്. അതിനെപ്പറ്റി ഇമാം ഗസാലി തങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇഹ്യാ ഉലൂമുദ്ദീനിലും ഫത്ഹുൽ അല്ലാമിലും രേഖപ്പെടുത്തിയതായിട്ട് കാണാം. 60 മാസത്തെ കൂലിയാണ് പോകുന്നത്. എന്താണ് 60 മാസം നോമ്പ് നോറ്റ കൂലി ഒരു ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്, നമുക്ക് കരഗതമാക്കാൻ കഴിയാണ്. ആരെങ്കിലും അത് പാഴാക്കുമോ? ഒരിക്കലും അത് നമ്മളിന്ന് വിട്ടുപോകരുത്. അത് നമ്മൾ ഒരിക്കലും അത് പാഴാക്കി കളയരുത്. നാളത്തെ ഒരു ദിവസത്തെ ഓഫറാണ് ഞാനല്ല പറയുന്നത്, മഹാന്മാരായ ആലിമീങ്ങളാണ് പറയുന്നത്. 60 മാസത്തെ കൂലിയാണ് ഈ ഒരു നോമ്പിൻ്റെ പ്രതിഫലം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്. പിന്നെയോ 60 മാസം എന്ന് വെച്ചാൽ 5 വർഷം നമ്മൾ നോമ്പനുഷ്ഠിച്ച കൂലിയാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് കരഗതമാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പിൻ്റെ നിയ്യത്ത് എന്താണ്? പലവർക്കുമുള്ള സംശയമാണ്. തങ്ങളെ ഞാൻ എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നാളത്തെ നോമ്പിൻ്റെ നിയ്യത്ത് ഈ മജ്ലിസിൽ ഉള്ളവരെല്ലാം ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കുക. ഇന്ന് തന്നെ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ്, ഈ മജ്ലിസ് കാണുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കുക. എന്താണ് നിയ്യത്ത്? ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. സ്ക്രീനിൽ കാണുന്നത് പോലെ നവൈതു സൗമഉദ്ദീൻ അൻ സുന്നത്തി മിഅ്റാജിലില്ലാഹി തആല, മിഅ്റാജിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. ആ സുന്നത്താക്കപ്പെട്ട നോമ്പ് കരഗതമാക്കാൻ എല്ലാവരും തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ നമുക്ക് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലെ ഏറ്റവും ഫളായിലുള്ള പവിത്രമാക്കപ്പെട്ട ദിക്ർ, എല്ലാ മജ്ലിസിലും നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ പ്രയാസങ്ങൾ നീരാൻ, നമ്മളെ കടങ്ങൾ ഇല്ലാണ്ടാവാൻ ധാരാളം ആളുകൾ മെസ്സേജ് അയച്ച പ്രയാസമാണ്. ഞങ്ങളെ കടബാധിതയാണ്. കടങ്ങൾ നീങ്ങിക്കിട്ടാൻ, അതിൻ്റെ കടം വീട്ടാനുള്ള മാർഗം എളുപ്പമാവാൻ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാൻ, പ്രയാസങ്ങൾ നീങ്ങിപ്പോവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുന്നതിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഓരോ അക്ഷരങ്ങൾ നോക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 100 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം.
സുബ്ഹാനല്ലാഹി റഊഫ് 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 സുബ്ഹാനല്ലാഹി رؤوف سبحان الله 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 رؤوف ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ ദിക്റിനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പടച്ചോനെ നീ സ്വീകരിക്കണേ തമ്പുരാൻ. അതിൻ്റെ ഹക്ക് ജാബർക്കത്തുണ്ട്. ധാരാളം ആളുകൾ ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതി ഈ മജ്ലിസ് കാണുന്നുണ്ട്. അവിടെ സകലമാന മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ, അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാൻ. ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിലായിട്ടും മെസ്സേജായിട്ടും വാട്സപ്പിലായിട്ടും ഫോൺ വിളിച്ചു മറിയിച്ച ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരെ ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ലോ തമ്പുരാൻ. ഈ വീഡിയോ കാണുന്ന ധാരാളം ആളുകൾ പ്രയാസങ്ങൾ അല്ലാഹുവേ നിനക്കറിയാം തമ്പുരാനെ. അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ, അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ മാസത്തിൽ ഈ രാവിലെ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. നമുക്കൊരു 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ പ്രയാസങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ അല്ലാഹു എന്നെ പുറത്തു തരണേ തമ്പുരാനെ. ഈ ഇസ്തിഗ്ഫാറിൻ്റെ ഹഖ് ജബർക്കത്തുണ്ട്. അല്ലാഹു എന്നെ പുറത്തു തരണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്തവനാണ് അല്ലാഹ്. അല്ലാഹു എന്നെ പുറത്തു തരണേ തമ്പുരാനെ, നീ പുറത്തു തരണേ തമ്പുരാൻ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം 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 അസ്തഗ്ഫിറുല്ലാഹൽ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാബർക്കത്തുന്ന അല്ലാഹുവേ ഞങ്ങളുടെ സകലമായ ഉദ്ദേശങ്ങൾ നീ ഹസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും ചെയ്ത തെറ്റുകൾ അല്ലാഹ് നീ പുറത്തു തരണേ തമ്പുരാൻ. നീ പുറത്തു തരണേ തമ്പുരാനെ, നീ പുറത്തു തരണേ തമ്പുരാനെ. ഈ മാസത്തിൻ്റെ ഹക്ക് ജാബർക്കത്തുണ്ട് ഞങ്ങൾ നിലകൊള്ളുന്ന ഈ രാവിൻ്റെ ഹക്ക് ജാബർക്കത്തുണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ, നീ പുറത്തു തരണേ തമ്പുരാനെ അല്ലാഹുവേ, പുറത്തു തരണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ രാവിനെ നമ്മൾ വരവേൽക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പുണ്യമാക്കപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രി അല്ലാഹുവേ ഏറ്റവും ബർക്കത്താക്കപ്പെട്ട രാവാണ്. ഈ രാവിനെ നമ്മൾ വരവേൽക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആ ദിക്ർ ഒരു 11 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ മിഅ്റാജിൻ്റെ യാത്ര പോയി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവിടുന്ന് കണ്ടത് സ്വർഗമാണ്. സ്വർഗം കണ്ടു. ആ സ്വർഗത്തെ നമുക്ക് ചോദിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദിക്കാം. സ്വർഗത്തിന് നമുക്ക് ചോദിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗം കണ്ട ഈ രാവിലാണല്ലോ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. നമുക്ക് പടച്ചവനോട് സ്വർഗത്തെ തൊട്ട് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന اللهم إني أسألك الجنة 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 اللهم إني
അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ ഇന്നി 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 അസ്അലുക്കൽ ജന്ന. അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അവകാശമില്ല തമ്പുരാനെ, ഈ മാസത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട്, ഈ രാവിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഈ ദിക്റിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ തമ്പുരാൻ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് പടച്ചറബ് അള്ളാഹുവിൻ്റെ റസൂൽ നരകം കണ്ടു കൊടുത്ത ഭയാനകരമായ ശിക്ഷകൾ കണ്ടു, സഹാബത്തിന് പോയി പറഞ്ഞു കൊടുത്തു. ഭയാനകരമായ പേടിപ്പെടുത്തുന്ന നരകം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ തമ്പുരാനെ. നരകം ഹറാമാവാനുള്ള ദിക്ർ ഇൻഷാ. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാറുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. ഒരു 33 പ്രാവശ്യം നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ രാവിലെ നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, اللهم أجرني من النار، 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 اللهم أجرني من النار. അല്ലാഹുവേ, നരകം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ തമ്പുരാനെ. ഈ ദിക്റിന്റെ ഹക്ക് ജാബർക്കത്തുണ്ട് അല്ലാഹുവേ, നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, ഹറാമാക്കണേ തമ്പുരാനെ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, ഹറാമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം. സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം, സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം. പിന്നെയോ രണ്ടാമത്തേത് ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ. സ്വർഗത്തിൻ്റെ താക്കോല് 2 താക്കോലുകളാണ്, ഒന്ന് നിസ്കാരവും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് ദിക്ർ നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ, അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. لا إله إلا الله، 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 لا إله إلا الله،
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് ഒരു 11 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈനുകൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ രാവിൻ്റെ ഹക്ക് ജാബർക്കത്തുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചൊല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് ഇനി ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈനുകൾ ഓതി ഇൻഷാ അല്ലാഹ് ധാരാളം മുറാദുകളുള്ള മനസ്സിലുള്ള ധാരാളം ആളുകളുണ്ട്. കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ മജ്ലിസിൽ കമൻറ്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്തിയ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ അടുത്തേക്ക് ചികിത്സക്ക് തേടി വരുന്ന ആളുകൾ ധാരാളം മുറാദുകൾ മനസ്സിലുള്ളവരാണ്, ധാരാളം പ്രയാസങ്ങളുള്ളവരാണ്. തങ്ങളെ ദുആ ചെയ്യണേ. തങ്ങളെ മജ്ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. ഈ മജ്ലിസാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയതാണ്. ധാരാളം അമലുകൾ ചെയ്തിട്ട് ഈ മജ്ലിസിൽ നിന്ന് ബറക്കത്ത് ലഭിച്ച് അമലുകൾ ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയവർ വിളിച്ചറിയിച്ചവരാണ്. അല്ലാഹുവേ 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 ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഇജാബത്ത് നൽകണേ. അല്ലാഹ് ദുആക്ക് ഇജാബത്ത് നൽകണേ തമ്പുരാനെ.
അല്ലാഹുവേ ഞങ്ങളുടെ സകലമായ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഫാത്തിഹ ഓതാൻ പോവാണ്. എല്ലാവരും നോക്കി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നോക്കി ഇൻഷാ അല്ലാഹ് ഓതുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അമാലുകളെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ധാരാളം മുറാദുകൾ മനസ്സിൽ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ധാരാളം മുറാദുകൾ. തങ്ങളെ ദുആ ചെയ്യണേ, ഞങ്ങളെ കാര്യം മറന്നു പോകല്ലേ എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. കഴിഞ്ഞ വീഡിയോസിൽ താഴെ കമൻറ്റിൽ ധാരാളം ആളുകൾ കമൻ്റ് അയച്ചിട്ടുണ്ട്. ധാരാളം ദുആ വസിയത്തുകൾ, അതൊക്കെ ധാരാളം ദുആ വസിയത്തുകളാണ്. അല്ലാഹുവേ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മോശക്കാരാവാം. ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്ന ധാരാളം ആബിദീങ്ങൾ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ധാരാളം ഉമ്മമാർ, ധാരാളം യുവാക്കളുണ്ട് തമ്പുരാനെ. അള്ളാഹുവരുടെയൊക്കെ ആമീൻ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ്, നമ്മുടെ ഈ മജ്ലിസ് എല്ലാം മുതലായി അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مؤمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام
الإكرام حسبنا الله نعم الوكيل نعم المولى ونعم النصير يا ودود يا ودود يا ودود يا ودود يا الله അർഹമുർറഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അടിയങ്ങൾ യജമാനിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് അല്ലാഹുവിൻ്റെ ആഖിറത്തിൻ്റെ കാര്യമാണ്. അല്ലാഹ് ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്, ആഖിറം വെളിച്ചമാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഇഖ്ലാസിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തൈനികളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്, ഹാസിലാക്കണേ തമ്പുരാനെ. പരിപൂർണ സലാമത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ മുശാഹദയിലായി ഞങ്ങളെ ജീവിപ്പിച്ച്, നിന്റെ മുശാഹദയിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. റഹ്മുർറഹീമീനായ തമ്പുരാനെ, ഞങ്ങൾക്ക് സ്വർഗം അവകാശമില്ല തമ്പുരാനെ, നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ്, പരിവട്ടണങ്ങൾ പറഞ്ഞ്, വല്ലായ്മകൾ പറഞ്ഞ്, പോരായ്മകൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അവരുടെ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നിനക്കറിയാമല്ല തമ്പുരാനെ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർറഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ധാരാളം ആളുകളെ രോഗികളാണ് അല്ലാഹ്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും രോഗത്തെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഊരവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹ്, മാറാത്ത ഊരവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലോ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ. ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ് തങ്ങളെ ദുആ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. കാലുവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. റഹ്മുർറഹീമീനായ തമ്പുരാനെ, കിഡ്നി അസുഖങ്ങളുള്ള കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാറാത്ത തലവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അർഹമുർറഹീമീനായ തമ്പുരാനെ, ഈ ദിവസത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ രാവിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ പരിപൂർണ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദന നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാഹ്, ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ, ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ. അർഹമുർറഹീമീനായ തമ്പുരാനെ, മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങളല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തെങ്ങാനും അത്തരം അസുഖത്തിന് അണു ഉണ്ടെങ്കിൽ അല്ലാഹുവേ നീ കരീച്ച് കളയണേ അല്ലാഹ്, നീ കരീച്ച് കളയണേ തമ്പുരാനെ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ കരീച്ച് കളയണേ അല്ലാഹ്, നീ കരീച്ച് കളയണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. നടു റോട്ടിൽ നിന്ന് പെറുക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്ത്
മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. കീറി മുറിക്കുന്ന അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ഞങ്ങൾ നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അത്തരം അസുഖങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലക്ക് ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ തമ്പുരാനെ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു പറയുന്ന അത്തരം അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലേ തമ്പുരാനെ. അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. എല്ലാവരും അറുക്കുന്ന രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അത്തരം അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് തമ്പുരാനെ, മജ്ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാനെ. ഒരു പ്രവാസിയെയും ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ, ഇടങ്ങേറാക്കല്ല തമ്പുരാനെ, പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ, റിസ്ക്കിൽ നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിൽ അല്ലാഹുവിനെ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, കൊടുക്കണേ തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന ഒരവസ്ഥ അല്ലാഹുവേ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥ കൊടുക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ തമ്പുരാനെ. അർഹമർ റഹീമീനായ തമ്പുരാനെ, ധാരാളം ഉമ്മമാര് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ സ്തനഭാഗത്ത് കുരുവന്ന് പൊട്ടിയൊലിച്ച് സ്തനം മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ അല്ലാഹുവേ ഒരു ഉമ്മാക്ക് കൊടുക്കല്ലോ അല്ലാ. ഒരു സ്തനർബുദം ഒരു ഉമ്മാക്കും കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മാക്കും അല്ലാഹുവേ കൊടുക്കല്ല തമ്പുരാനെ. ഈ രാവിനെ ധന്യമാക്കണം അല്ലാഹു, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹുവേ നീ ലഘൂകരിക്കണേ അല്ലാ, നീ ലഘൂകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല തമ്പുരാനെ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ തമ്പുരാനെ. ഉപ്പൂപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റിഖായിലും ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്വാൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം. അസ്സലാമു അലൈക്കും.